നമസ്കാരം. CPM അംഗം കോഴ വാങ്ങിയത് PSC ഹോമിയോ ഡോക്ടർ നിയമനത്തിന് വേണ്ടിയാണെന്നാണ് ഒടുവിൽ പുറത്തുവരുന്ന വാർത്തകൾ. PSC അംഗത്വം ആദ്യം വാഗ്ദാനം ചെയ്തെങ്കിലും അത് ലഭിക്കാതെ വന്നപ്പോഴാണ് ഹോമിയോ ഡോക്ടർ നിയമനത്തിന്റെ പേരിൽ പണം വാങ്ങിയത്. മന്ത്രി മുഹമ്മദ് റിയാസിന്റെ അയൽവാസി കൂടിയായ പ്രമോദ് കോട്ടുളിയാണ് തട്ടിപ്പുകാരൻ എന്നത് മന്ത്രിയെയും പാർട്ടിയെയും പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. റിയാസാണ് സർക്കാരിലെ അധികാര കേന്ദ്രമെന്ന് പറഞ്ഞാണ് പണം വാങ്ങിയത്. വിഷയത്തിൽ ആദ്യം പാർട്ടി പ്രവർത്തകരാണ് പരാതി നൽകിയത്. കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി അംഗം പ്രമോദ് കോട്ടുളിക്കെതിരെയാണ് പരാതി. ഇതിനുശേഷമാണ് മന്ത്രി പാർട്ടിയിൽ പരാതിപ്പെട്ടത് എന്നതും ശ്രദ്ധേയമാണ്. നേരത്തെ PSC അംഗത്തിന് വേണ്ടി കോഴ വാങ്ങിയെന്നായിരുന്നു റിപ്പോർട്ടുകൾ. പ്രമോദ് കോട്ടുളിക്കെതിരെ കടുത്ത നടപടി പാർട്ടി സ്വീകരിക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരം. CITUവിന്റെ ചുമതലകളും വഹിക്കുന്ന നേതാവാണ് പ്രമോദ്. പാർട്ടി പ്രാഥമിക അംഗത്വത്തിൽ നിന്നടക്കം പ്രമോദിനെ പുറത്താക്കിയേക്കും. CITUവിൽ നിന്നും പുറത്താക്കും. അംഗത്വത്തിനായി 22 ലക്ഷം രൂപ കോട്ടുളി സ്വദേശിയായ ടൗൺ ഏരിയ കമ്മിറ്റി അംഗത്തിന് കൈമാറിയെന്നായിരുന്നു പരാതി നൽകിയത്. സംഭവം പാർട്ടിക്ക് നാണക്കേടായതോടെ ഇന്ന് ചേരുന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ഇക്കാര്യം ചർച്ച ചെയ്യും. തന്റെ പേരിൽ തട്ടിപ്പ് നടന്നുവെന്ന് അറിഞ്ഞിട്ട് മന്ത്രി പോലീസിൽ പരാതിപ്പെട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. മന്ത്രി പോലീസിൽ അറിയിക്കേണ്ട വിഷയമാണ് ഇതെന്നാണ് പൊതുവിൽ ഉയരുന്ന വികാരം. പ്രമോദിനെതിരെ പോലീസിൽ പരാതി എത്തിയാൽ പാർട്ടി ഇടപെടില്ലെന്നും അറിയിച്ചിരിക്കുകയാണ്. മുഹമ്മദ് റിയാസിന് പുറമെ MLA മാരായ KM സച്ചിൻ ദേവ്, തോട്ടത്തിൽ രവീന്ദ്രൻ എന്നിവരുടെ പേരുകളും പ്രാദേശിക നേതാവ് ഉപയോഗപ്പെടുത്തിയതായി ദമ്പതികളുടെ പരാതിയിലുണ്ട്. 60 ലക്ഷം നൽകിയാൽ PSC അംഗത്വം നൽകാമെന്നായിരുന്നു വാഗ്ദാനം. ഇതിൽ 20 ലക്ഷം PSC അംഗത്വത്തിനും 2 ലക്ഷം മറ്റ് ചെലവുകൾക്കുമായി ആദ്യഘട്ടത്തിൽ കൈമാറി. വനിതാ ഡോക്ടർക്ക് വേണ്ടി ഭർത്താവാണ് പണം നൽകിയത്. അംഗത്വം കിട്ടാതെ വന്നപ്പോൾ ആയുഷ് മിഷനിൽ ഉയർന്ന തസ്തിക വാഗ്ദാനം ചെയ്തെങ്കിലും നടന്നില്ല. ഇതോടെയാണ് ഡോക്ടർ പാർട്ടി നേതൃത്വത്തിന് പരാതി നൽകിയത്. കോട്ടുളി ഘടകം ഇത് ജില്ലാ കമ്മിറ്റിക്ക് കൈമാറി. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും മന്ത്രിയുമായ PA മുഹമ്മദ് റിയാസിന്റെ പേര് പറഞ്ഞാണ് പണം വാങ്ങിയതെന്ന ആരോപണം പരാതിയിലുള്ളതിനാൽ പരാതി സംസ്ഥാന സെക്രട്ടേറിയറ്റിനും കൈമാറി. കോഴ വിവാദത്തിൽ മുഖ്യമന്ത്രിയും പ്രതികരിച്ചിരുന്നു. നാട്ടിൽ പലതരം തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. തട്ടിപ്പ് നടന്നാൽ അതിന് തക്ക നടപടിയെടുക്കുമെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. നിയമസഭയിലായിരുന്നു മുഖ്യമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. കോഴിക്കോട്ടെ കോഴ വിവാദം ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ എന്ന N ഷംസുദ്ദീന്റെ ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു മുഖ്യമന്ത്രി. ഭരണകക്ഷി നേതാവ് 60 ലക്ഷം കോഴ വാങ്ങിയെന്നായിരുന്നു ആരോപണം. ഇത് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്ന് ഷംസുദ്ദീൻ ചോദിച്ചു. PSCയെ അപകീർത്തിപ്പെടുത്താൻ ഒട്ടേറെ ശ്രമങ്ങൾ നേരത്തെ നടക്കുന്നുണ്ട്. PSC അംഗങ്ങളെ നിയമിക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള അഴിമതിയുടെ ഭാഗമായിട്ടല്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നേരത്തെ കോഴിക്കോടൊക്കെ പാർട്ടി ഓഫീസ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കോക്കസിനെ കുറിച്ച് അന്വേഷണം വേണമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് CPM നേതൃത്വത്തിന് ഒരു മാസം മുൻപ് പരാതി നൽകിയതായും വാർത്തകൾ വന്നിരുന്നു. കോഴിക്കോട് ജില്ലാ കമ്മിറ്റിക്കായിരുന്നു പരാതി നൽകിയത്. CITU ജില്ലാ ചുമതല വഹിക്കുന്ന നേതാവ് നേതൃത്വം നൽകുന്ന കോക്കസിനെ കുറിച്ച് അന്വേഷണം വേണമെന്നായിരുന്നു പരാതിയിൽ ആവശ്യപ്പെട്ടത്. സംഭവത്തിൽ കോഴിക്കോട് CPM ജില്ലാ നേതൃത്വം അന്വേഷണം നടത്തിയെങ്കിലും തുടർ നടപടികൾ എന്താണെന്നതും വ്യക്തമല്ല. അതേസമയം നേരത്തെയും കോഴിക്കോട് ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. ഭരണത്തിന്റെ തണലിൽ ഒരു വിഭാഗം നന്നായി മുതലെടുക്കുന്നുവെന്നും ആരോപണമുണ്ട്. മുൻ MLA ജോർജ് M തോമസിന്റെ നേരെയുണ്ടായ വിവാദം, കിനാലൂർ എസ്റ്റേറ്റ് വിവാദകാലത്ത് CPM കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീമിന്റെ ബന്ധുക്കൾ നടത്തിയ ഭൂമി വാങ്ങിക്കൂട്ടലുകൾ എന്നിങ്ങനെയുള്ള നിരവധി സാമ്പത്തിക ആരോപണങ്ങൾ കോഴിക്കോട് പാർട്ടിക്കകത്തുണ്ട്. പിണറായി പക്ഷത്തിന് സമ്പൂർണ്ണ ആധിപത്യമുള്ള CPM ജില്ലാ നേതൃത്വത്തിൽ മുഹമ്മദ് റിയാസിന് പോലും നിയന്ത്രിക്കാൻ കഴിയാത്ത സാമ്പത്തിക ശക്തികൾ ഉണ്ട് എന്ന് പറയുന്നതും ദുരൂഹമാണ്.